ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSA. ഇന്ന് നമ്മളുടെ 21 ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിലെ ഡേ 14 ആണ്. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ സൈലത്തിൻ്റെ VFA ബെവ്കോ LDC എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് ഉണ്ട്, അതിൽ ചേർന്നിട്ടുണ്ട്. കാരണം നമുക്ക് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് കുറച്ച് സമയം മാത്രമല്ല പഠിക്കാൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ക്ലാസ്സിൽ ചേർന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ വേണ്ടി ചേരുന്നത്. ഇത് 13ാമത്തെ ദിവസത്തെ വൈകുന്നേരം രാത്രിക്കത്തെ 9 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടല്ലോ ആസ്ഥാൻ്റെ, ആ ക്ലാസ്സാണ്. ആ ക്ലാസ് ഞാൻ കേട്ടോണ്ട് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലുണ്ടായത്. അപ്പം അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നോട്ടൊക്കെ എഴുതുന്നുണ്ട്. അത് 1 മണിക്കൂർ ക്ലാസ്സാണ്. അപ്പം ഈ ഒരു ക്ലാസ് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം സ്പെഷ്യൽ ടോപ്പിക്കിന് നമുക്ക് മറ്റെവിടെ നിന്നും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പം റാങ്ക് ഫയലുകൾ നോക്കിയാൽ പോലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു ക്ലാസ്സായിട്ട് തോന്നി. അതിനുശേഷം 14ാം ദിവസം രാവിലെ ഫസ്റ്റ് ക്ലാസ് കെമിസ്ട്രിയുടെ ആയിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്ത് മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ് കേട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം 2ാമത്തെ ക്ലാസ്സായിട്ട് മാത്സാണ് ഉണ്ടായിരുന്നത്. അതിൽ മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ബോർഡ് മാസ്, അതുപോലെ തന്നെ സംഖ്യ ഇൻറ്റിജേഴ്സ് എന്താണ്, അഖണ്ഡ സംഖ്യകൾ എന്താണ്, ഹോൾ നമ്പേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോർഡ് മാസ്, അതിൽ കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാറ് തന്നു. അത് കുറച്ച് നന്നായിട്ട് തോന്നി. അങ്ങനെ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സ് ചെയ്യാമെന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഇതുള്ള കാര്യമാണല്ലോ. അങ്ങനെ അത് ബോർഡ് മാസൊക്കെ പറഞ്ഞു തരുന്നുണ്ട് സാറ്. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ ക്ലാസ്സിന് ശേഷം ഞാൻ കൂടുതൽ MCQ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ChatGPTയിൽ മാത്സ് ബോർഡ് മാസ് MCQ വേണമെന്ന് പ്രോംപ്റ്റ് ചെയ്തു. അങ്ങനെ അത് കിട്ടിയപ്പോൾ ഞാൻ അതുകൂടി ഇന്ന് ചെയ്ത് പോയിട്ടുണ്ട്. ഏകദേശം 30 ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. അത്യാവശ്യം 30 എണ്ണവും ശരിയായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു ബേസിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങാവുന്നത് മാത്രമേ ഉള്ളൂ ബോർഡ് മാസ് എന്ന് പറയുന്നതിന്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് നല്ല രസമുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഏറ്റവും ബേസിൽ തുടങ്ങിയിട്ട് നമുക്ക് കൂട്ടാനും കുടിക്കാനും തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം സ്വന്തമായിട്ട് MCQ ചെയ്ത സമയത്ത് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ പഠിക്കുക എന്നുള്ളത് വെറുതെ പഠിച്ച് പോകുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചധികം MCQ ചെയ്യണം. മാത്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കണക്ക് ചെയ്ത് പഠിച്ചാൽ, പ്രാക്ടീസ് ആയാൽ മാത്രമേ നമുക്ക് അത് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഉച്ചവരെയുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഉച്ചയ്ക്ക് ശേഷം 2 ക്ലാസ്സുകൾ കൂടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.